ഈ ഒരു പലഹാരത്തിൻ്റെ പ്രത്യേകത ഇതുണ്ടാക്കിയെടുക്കാൻ വെറും 2 ചേരുവ മതി. വളരെ എളുപ്പത്തിൽ മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ചൂടോട് കൂടി തന്നെ ഉടച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ വീഡിയോയിലൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് ഒന്നും നിർബന്ധമില്ല കേട്ടോ, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്തു മാത്രം. ഇപ്പോൾ ഞാൻ വെറും പൊടികൾ മാത്രം ഇട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിയും മുളകും കറിവേപ്പിലയും മല്ലിയിലൊക്കെ ചേർത്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുക്കുന്ന സമയത്ത് ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാവണം. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നല്ലോണം ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അരിപ്പൊടി ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് വലിയൊരു ബോൾസാക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് കനത്തിലൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇതുപോലെ കുറച്ച് കനത്തിൽ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ പീസും ഇതുപോലെ കയ്യിലെടുത്തിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കാം. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കട്ട്ലറ്റിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ നന്നായിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ എല്ലാതും ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനായിട്ടൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന രീതിയിൽ ഷാലോ ഫ്രൈ ആക്കിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. കുറച്ചും കൂടെ കാണാനൊക്കെ ഒരു വൃത്തി ഉണ്ടാവുക ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴാണ്. പിന്നെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള സ്നാക്കാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. ഇതുപോലുള്ള ഈസി റെസിപ്പി